ഹായ്, സൈലത്തിലെ സൂപ്പർ 30 ബാച്ചുകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സൂപ്പർ 30 ബാച്ചുകൾ ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ നമ്മളെ ജെഇ മെയിനും ജെഇ അഡ്വാൻസ് പരീക്ഷകൾക്കൊക്കെ ഉള്ള പ്രൈമറി റെഫറൻസ് എന്ന സാധനം PYQs തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാ PYQസും കവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത ഒരു പ്രോബ്ലംസിൻ്റെ ഒരു ലാർജ് കളക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, DPPs ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൊരു സാമ്പിൾ DPP ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്, നമ്മൾ സൂപ്പർ 30 ബാച്ചുകളിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ബേസിക് ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങും. ഉദാഹരണത്തിന് മാത്തമാറ്റിക്സിൻ്റെ കേസ് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ ആദ്യം ഫണ്ടമെൻറ്റൽസ് എല്ലാം നല്ല സ്ട്രോങ് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവുക. അതായത് 10ാം ക്ലാസ് വരെ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ടാവും. പോളിനോമിയൽസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അതുപോലെ എക്സ്പോണൻസ്, ലോഗരിതംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തതിന് ശേഷമാണ് ആക്ച്വൽ സിലബസിലേക്ക് പോവുക. ഈ ഓരോ ടോപ്പിക്കിലും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സിസ്റ്റിംഗ് PYQs എല്ലാം കവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യനുകളുടെ കളക്ഷൻസ്. ഈ ഹാൻഡ് പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ജെഇ അഡ്വാൻസിൽ വരുന്ന ക്വസ്റ്റ്യനുകളൊന്നും വേറൊരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എക്സാമിൽ നിന്നോ കോപ്പി ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മറ്റ് കോമ്പറ്റീഷൻസ്, ഇതിനേക്കാൾ ഹയർ ലെവൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒളിമ്പിയാഡുകൾ, മറ്റ് രാജ്യങ്ങളിൽ ചൈനയിലും മറ്റും നടക്കുന്ന ഒളിമ്പിയാഡുകൾ, അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന IIT പ്രൊഫസേഴ്സ് തന്നെ സെറ്റ് ചെയ്യുന്ന വേറെ എക്സാംസ് ആയ ജാം എക്സാംസ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു കളക്ഷനാണ് നമ്മൾ DPPs ആയിട്ട് ക്ലാസ് മുറിയിൽ കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഈ ക്വസ്റ്റ്യനുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ എക്സാമിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, എക്സാമിൻ്റെ വേർഡിംഗ് ഒക്കെ ഭയങ്കര ലെങ്തി ആയുള്ള വേർഡിംഗ് ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 1 or more than ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഇൻറ്റിജർ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള DPPs ആണ് നമ്മൾ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് അഡീഷണൽ വർക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോബ്ലം ഷീറ്റുകളിലെ കൂടെയും ഹാൻഡ് പിക്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കളക്ഷനിൽ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ സൂപ്പർ 30 ബാച്ച് കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. 95% ഓർ എബോ ഈ ജെഇ മെയിനിന് കിട്ടിയ ആളുകൾക്കാണ് ഇതിലേക്കുള്ള എലിജിബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് കുട്ടികളെ മാത്രമേ നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ പേര് പറയുക. ഓക്കെ, സീ യു.